ചാരം പോലും അവശേഷിക്കാത്ത വിധം ആരോ ഒരാൾ സിദ്ധാർത്ഥനെ തീർത്തു കളഞ്ഞു. നമ്മളറിയാത്ത ഏതെങ്കിലും അജ്ഞാത ശത്രു സിദ്ധാർത്ഥനുണ്ടായിരിക്കാം. അന്വേഷണം ഇനി ആ വഴിക്ക് നീങ്ങണമെന്നാണോ നന്ദൻ പറഞ്ഞു വരുന്നത്? ഐ ഡിസഗ്രീ സർ. സിദ്ധാർത്ഥൻ ഇവിടെ നമ്മുടെ മൂക്കിൻ തുമ്പത്ത് തന്നെ ഉണ്ടെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. അയാളെ സംരക്ഷിക്കുന്നത് ഒരു മാസ്റ്റർ ബ്രെയിനാ. സാർ പറഞ്ഞതുപോലെ രാജ്യത്തെ ഏറ്റവും സമർത്ഥമായ പോലീസ് ഫോഴ്സിന്റെ ഇൻവെസ്റ്റിഗേഷൻ ടെക്നിക്സ് നന്നായി അറിയാവുന്ന ഒരു മാസ്റ്റർ ബ്രെയിൻ. നീയായിരുന്നോ? എന്തൊക്കെയുണ്ട് മൈനമോളെ വിശേഷങ്ങൾ? കന്നി എന്നാ കന്നും കൂട്ടത്തിൽ തന്നെ. ആ നമ്മുടെ മാനസമോളുണ്ടായിരുന്നു ഇവിടെ. അയ്യോ, ആരാ ഇതൊക്കെ? സത്യമായിട്ട് ഇതൊരു സർപ്രൈസ് ആട്ടോ. മോളെ ഒന്ന് കാണണമെന്ന് തോന്നി. അയ്യോ, അച്ഛനവിടെ ഇരിക്ക. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഇരിക്കച്ചാ. ഇവള് നിങ്ങളുടെ ആരാന്നാ പറഞ്ഞേ? ഞങ്ങളുടെ റിലേഷനിൽ പെട്ട ആളാ. റിലേഷൻ? സ്വത്തിനു വേണ്ടി സ്വന്തം തന്തയുടെ കഴുത്ത് ഞെരിച്ചുകൊല്ലുന്ന കാലമായത്. ഇതിനെയൊക്കെ വിശ്വസിച്ച് അങ്ങനെ വീട്ടിൽ കിടത്തണോ? ആ കുട്ടി അങ്ങനൊന്നും ചെയ്യില്ല. കണ്ടാൽ അറിയില്ലേ അതൊരു പാവമാണെന്ന്. ഇവറ്റയൊക്കെ കാര്യം കാണുന്നവരെ ഇളിച്ചു ചിരിച്ചോണ്ടിരിക്കും. പിന്നെ പാവമാണോ അല്ലയോ എന്നൊക്കെ തിരിച്ചറിയാൻ കഴുത്തിന് മുകളിൽ തലയുണ്ടാവുകയല്ല. വേണുവിന് ഞങ്ങളോടൊപ്പം പോരണമെന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു നാട്ടു നടപ്പില്ലല്ലോ. നാട്ടു നടപ്പൊക്കെ ഇപ്പൊ ആരാ നോക്കുന്നത്? ഡേറ്റിംഗ് അല്ലേ മൊത്തം. കാര്യം വേണു പുറത്തൊക്കെയാണ് പഠിച്ചതെങ്കിലും അവന്റെ കാര്യത്തിൽ എനിക്ക് ഒരുറപ്പുണ്ട്. അവന്റെ അമ്മയുടേതല്ലാതെ നേരെ ചൊവ്വയെ ഒരു പെണ്ണിന്റെ മുഖം കാണുന്നത് മാനസമോടെ ആയിരിക്കും. നീ മോളോടെ പറഞ്ഞിട്ട് വാ, ഞാൻ അപ്പോഴത്തേക്ക് വണ്ടി തിരിക്കണം. മോളെ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് കൂട്ടിയാലൊന്നുണ്ട് എനിക്ക്. പക്ഷേ കല്യാണം വരെ കാത്തിരുന്നല്ലേ പറ്റൂ. കല്യാണ തീയതി തന്നെയാ ഞാനും കാത്തിരിക്കുന്നത്. ഒരു മോളില്ലാത്തതിന്റെ സങ്കടം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് മാറി. പോയി വരട്ടെ മോളെ. ശരിയമ്മേ. ആ ഏട്ടത്തി വന്നല്ലോ. ആഹാ, ഇതൊരു സർപ്രൈസ് ആയല്ലോ. ഇതെന്താ ആരെ അറിയിക്കാതെ? മാനസമോളെ ഒന്ന് കാണണമെന്ന് തോന്നി. പക്ഷേ അതിനൊരു ഫോർമാലിറ്റിയുടെ ഭാരം വേണ്ടാന്ന് തോന്നി. നിങ്ങൾ പോവാൻ ഇറങ്ങിയതാണോ? അതെ മോളെ, ഞങ്ങള് വന്നിട്ട് കുറെ നേരമായി. ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഓടി വന്നേനല്ലോ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന്. അയ്യോ, അതൊന്നും സാരമില്ല. കാണാനും സംസാരിക്കാനും ഒക്കെ ഇനിയും സമയമുണ്ടല്ലോ. ശരി. ഗൗരിയെ കാണാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു. ആഹാ, ആ വാർത്ത ഇന്ന് ഉച്ചപത്രത്തിൽ വന്നോ? ഈ പത്രക്കാരെ കണ്ട് ഞാൻ തോറ്റു. ഞാൻ എന്ത് ചെയ്യുന്നു നോക്കി നടക്കുക എല്ലാവരും. തമാശകളെ അർജുന. മൈനയുടെ കാര്യം പറഞ്ഞ് നീ പിന്നെ വഴക്കിന് പോയതാണോ? പോയത് മൈനയുടെ കാര്യത്തിന് തന്നെ. പക്ഷെ വഴക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഈ കാര്യത്തിൽ പെട്ടെന്നൊരു മൂവ് വേണ്ടാന്ന് നിന്നോട് ഞാൻ പറഞ്ഞിരുന്നതല്ലേ? മുത്തശ്ശനും ചേച്ചിയും പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. അത് മനസ്സ് വെച്ച് തന്നെ അടുത്ത മൂവ് നടത്തിയത്. മനസ്സിലായില്ല. ജയിക്കുന്ന കളികളിൽ നിന്നല്ല, തോൽക്കുന്ന കളികളിൽ നിന്നാ നമുക്ക് ഏറ്റവും നല്ല പാഠങ്ങൾ കിട്ടുന്നത്.
ഇപ്പൊ തോൽവിയിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് ഞാൻ എന്റെ ഗെയിം പ്ലാൻ ഒന്ന് മാറ്റി. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ പറ. ഓഫീസ് അസോസിയേഷനൊക്കെ പറയുന്നത് അതാത് കാലത്ത് ഭരിക്കുന്ന പാർട്ടിയുടെ പാലല്ലേ. അമ്മേ, അമ്മ ഈ കുട്ടി ഏതമ്മേ? ഏത് ഈ കുട്ടി? എനിക്കറിയില്ല. അമ്മേ, നീ അച്ഛനോട് ചോദിക്കും മോളെ. എനിക്കതിലൊന്നും താല്പര്യമില്ല. നമ്മൾ നമ്മുടെ ജോലി മര്യാദയ്ക്ക് ചെയ്താൽ പോരെ. അച്ഛാ, ജസ്റ്റ് എ മിനിറ്റ്. എന്താടാ ഇതാരാ അച്ഛാ? ഒന്ന് വെയിറ്റ് ചെയ്യും.